അറിവമ്മ അലിവമ്മ. മക്കളെ, നമ്മൾ ഒറ്റപ്പെട്ട ഒരു ദ്വീപല്ല, ജീവശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ്. നമ്മുടെ ഓരോ കർമ്മവും അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെയും സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ശ്രദ്ധ വേണം എന്ന് പറയുന്നത്. ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. തിരുവനന്തപുരം ജില്ലയിലെ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഒറ്റശേഖരമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. 3 ശ്രീകോവിലുകളും 3 കൊടിമരങ്ങളുമുള്ള അപൂർവ ക്ഷേത്രമാണിത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ഗംഗാധര ശങ്കര കരുണാകര മാമവഭവസാഗര. ഈ ക്ഷേത്രത്തിൽ ഒരേ വളപ്പിൽ 3 ശ്രീകോവിലുകളിലായി 3 പ്രതിഷ്ഠകളുണ്ട്. ശിവനാണ് പ്രധാന മൂർത്തി. ഇതിലൊന്ന് ഖരമഹർഷി സ്ഥാപിച്ചതും മറ്റൊന്ന് യോഗേശ്വര ഭാവത്തിലുള്ള ശിവനുമാണ്. 3ാമത്തെ ശ്രീകോവിൽ മഹാവിഷ്ണുവിൻ്റെതാണ്. ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ. നിർഗുണ പരബ്രഹ്മ സ്വരൂപാ നിർഗുണ പരബ്രഹ്മ സ്വരൂപാ ഗമ ഗമ ഭൂതാ പ്രപഞ്ചരഹിത നിർഗുണ പരബ്രഹ്മ സ്വരൂപാ ഗമ ഗമ ഭൂതാ പ്രപഞ്ചരഹിത നിർഗുണ പരബ്രഹ്മ. ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ദിനി തദിനി ദിനി കിട കിടതോ ദിനി തദിനി തദിനി ദിനി. ഗണപതി, ശാസ്താവ്, നാഗങ്ങൾ, യക്ഷി എന്നിവരാണ് ഇവിടുത്തെ പ്രധാന ഉപദേവതകൾ. ഒറ്റശേഖരമംഗലം ക്ഷേത്രത്തിന്റെ വലിയൊരു പ്രത്യേകത ഇവിടെ 3 കൊടിമരങ്ങൾ ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണിത്. കൂടാതെ ക്ഷേത്രത്തിലെ തൂണുകളിൽ സപ്തമാതാക്കളുടെ ശില്പങ്ങളും കാണാം.
मदङ्गमुनिवरवन्दित ईश सर्वदिगम्बरवेष्टितवेश मदङ्गमुनिवरवन्दित ईश सर्वदिगम्बरवेष्टितवेश തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരെ കാട്ടാക്കട വെള്ളറട റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. शम्भो शिव शम्भो स्वयम्भो शम्भो शिव शम्भो स्वयम्भो 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 സർവ വേദസാരവും വേദാന്തസാര സംഗ്രഹവും വെളിപ്പെടുത്തുന്ന അധ്യാത്മരാമായണം ഏറ്റവും ഉത്കൃഷ്ടമായി മലയാളത്തിലേക്ക് അനുവാദം ചെയ്തു തരുന്ന കവിയുടെ വാക്യങ്ങൾ സമൂഹത്തിൽ വന്നു ചേർന്ന വലിയൊരപചയത്തിൻ്റെ, വലിയൊരു അധപ്പതനത്തിൻ്റെ, വലുതായ ധാരണാപെശകിൻ്റെ നേർക്കുള്ള വലിയ കൂരമ്പുകളായ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. രാമായണത്തിൻ്റെ വേദസാരപരങ്ങളായ വ്യാഖ്യാനങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴും അത് പഠിച്ച് വൈയക്തികമായി ആനന്ദിക്കുമ്പോഴും സാമാജികമായി നിലനിന്ന ഒരു ദുസ്ഥിതിക്കെതിരായിട്ടുള്ള അതിതീക്ഷ്ണങ്ങളായ വാക്യങ്ങൾ, അതുകൊണ്ട് തന്നെ കവിയുടെ സാമൂഹിക പ്രതിബദ്ധത, ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല എന്ന് ഓർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ, അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണെങ്കിൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല എന്ന് വിചാരിച്ചങ്ങ് ക്ഷമിച്ചേക്കുക എന്ന് ഒരർത്ഥം കൂടി അതിന് കൽപ്പിക്കാം. രണ്ടായാലും വേദം എല്ലാവർക്കും അധികാരമുള്ളതാണ്, വേദത്തിൽ പ്രവർത്തിക്കാൻ. ജിജ്ഞാസുക്കളായ സർവ്വജനങ്ങൾക്കും വേണ്ടി ഉപദേശിക്കപ്പെട്ടതാണ് വേദം. ഒരിക്കലും അതിലെ അധികാരമോ അനധികാരമോ ജാതീയമല്ല, ആവാൻ തരമില്ല. ആണെങ്കിൽ വേദത്തിൻ്റെ ഈശ്വരീയതയ്ക്ക് അഥവാ അപൗരുഷേയതയ്ക്ക് തന്നെ ദോഷം സംഭവിക്കും. അതുകൊണ്ട് എല്ലാവരും വേദത്തിന് അധികാരികളാണ് എന്നുള്ള ശാസ്ത്രസിദ്ധമായ പക്ഷത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഇടക്കാലത്ത് വേദവിരുദ്ധമായി വളർന്നു വന്ന സ്മൃതികളും ആ സ്മൃതികളെ പിൻപറ്റിയിട്ടുള്ള ദുരാചാരങ്ങളുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെയൊക്കെ ആയിപ്പോയി സാമാജിക സ്ഥിതിയിൽ. അതിൽ നിന്നുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള സമുദ്ധാരണം ഒന്ന് മാത്രമാണ്, അഥവാ ഒന്നിലൂടെ മാത്രമാണ്. അത് ശുദ്ധമായ വേദത്തെ സമൂഹത്തിൽ എല്ലാവർക്കും ഇടയ്ക്ക് പ്രസരിപ്പിക്കുക എന്നുള്ളതിലൂടെ മാത്രമാണ്. അതാണ് നമ്മുടെ മുമ്പാകെയുള്ള കർത്തവ്യം. സാന്ദർഭികമായി ഈയൊരു വാക്യം, ഹൃദയഭേദിയായ വാക്യം കണ്ടതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമിജന്മം കൊണ്ടേ. ഇത് അധ്യാത്മപ്രദീപകമാണ്. പ്രദീപകം വെളിപ്പെടുത്തുന്നത്, പ്രകാശിപ്പിക്കുന്നത്. പ്രദീപം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ജ്വലിക്കുന്ന
ദീപം. അങ്ങനെ നല്ലപോലെ ജ്വലിക്കുന്ന ദീപം എങ്ങനെയാണോ മറ്റ് വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ അധ്യാത്മതത്വത്തെ, അധ്യാത്മരഹസ്യത്തെ പ്രകാശിപ്പിക്കുന്നതാണിത്. ഇതാണ് വാൽമീകിയ രാമായണവും അധ്യാത്മരാമായണവുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. വാൽമീകിയ രാമായണം ധർമ്മബോധകമാണ്. അതൊന്നാന്തരം ധർമ്മശാസ്ത്രമാണ്. വാൽമീകീയത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും തന്നെ ആദിമധ്യാന്തങ്ങളിലൊക്കെ ധർമ്മത്തെ സ്പഷ്ടമായി എടുത്തു കാണിക്കുക എന്നുള്ളതാണ്. എന്നാൽ അധ്യാത്മരാമായണമാകട്ടെ തീർച്ചയായിട്ടും ധർമ്മബോധകം തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം അധ്യാത്മപ്രദീപകം, അധ്യാത്മതത്വങ്ങളെ, ആത്മസംബന്ധിയായ തത്വങ്ങളെ, എന്താണ് നമ്മുടെ സ്വരൂപം, എങ്ങനെ നമ്മുടെ സ്വരൂപം അപരിമിതമാണ്, ഈ ഒരു ബോധത്താൽ അജ്ഞാനത്താൽ നമ്മൾ കൽപ്പിച്ചിട്ടുള്ള എല്ലാ പരിമിതികളെയും അതിക്രമിച്ച് തൻ്റെ സച്ചിദാനന്ദമായിരിക്കുന്ന ആത്മഭാവത്തെ ബോധിച്ച് മുക്തിയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് അധ്യാത്മരാമായണം. അതാണ് അധ്യാത്മരാമായണത്തിൻ്റെ പ്രാധാന്യം. അതും ശുദ്ധമായ ഭക്തിയെ, പരിശുദ്ധമായ ഭക്തിയെ നമ്മളിൽ ഓരോരുത്തരിലും ഉണർത്തി ഭക്തിയിലൂടെ അന്ധകരണത്തെ ശുദ്ധമാക്കുകയും അതോടൊപ്പം തന്നെ ശാന്തിയുടെയും പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഭാവം നമ്മളിൽ വളർത്തുകയും ചെയ്യുന്നതാണ് അധ്യാത്മരാമായണം. അധ്യാത്മപ്രദീപകം, അത്യന്തം രഹസ്യം. രണ്ടാമത് പറയുകയാണ്, ഇത് അത്യന്ത രഹസ്യമാണ്. ശാസ്ത്രത്തിൽ രഹസ്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ധരിക്കുക അത് മറ്റാരോടും പറയരുതാത്തത് എന്നാണ്. അങ്ങനെ അർത്ഥം ശാസ്ത്രത്തിൽ എടുക്കാൻ പറ്റില്ല. മറിച്ച് രഹസ്യ ശബ്ദത്തിന് ഉത്തമാധികാരികൾക്ക് മാത്രം നൽകേണ്ടത്, അഥവാ ഉത്തമാധികാരികൾക്ക് നൽകേണ്ടത്, അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടത് ഗുഹ്യം എന്നർത്ഥമെടുക്കുന്നതാണ് ഉചിതം. യുക്തന്മാരായ ജിജ്ഞാസുക്കൾക്ക് ഉപദേശിക്കേണ്ടത്, അങ്ങനെ അധികാരികൾക്ക് ഉപദേശിക്കുന്നതിലൂടെ സംരക്ഷിക്കപ്പെടേണ്ടതെന്തോ അതാണ് രഹസ്യം, അത്യന്ത രഹസ്യം. ഇത് അധ്യാത്മരാമായണം, ആത്മസംബന്ധിയായ രാമായണം. ആത്മസംബന്ധിയായ രാമായണമാണ് അധ്യാത്മരാമായണം. മൃത്യുശാസന പ്രോക്തം. വാൽമീകീയ രാമായണം നാരദ മഹർഷി വാൽമീകിക്ക് ഉപദേശിക്കുന്നതായിട്ടും പിന്നീട് ബ്രഹ്മദേവൻ്റെ നിർദ്ദേശമനുസരിച്ച് വാൽമീകി വിപുലീകരിച്ച് എഴുതുന്നതുമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അധ്യാത്മരാമായണമാകട്ടെ ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ്. പാർവതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് മഹേശ്വരൻ പറയുന്നതായിട്ടാണ്. അതുകൊണ്ടാണ് മൃത്യുശാസന പ്രോക്തം, മൃത്യുവെ ശാസനം ചെയ്തവൻ പരമേശ്വരൻ. അങ്ങനെ പരമേശ്വരനാൽ പ്രോക്തം പറയപ്പെട്ടതാണിത്. എന്താ ഇതിൻ്റെ പ്രയോജനം? അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം, എല്ലാ മനുഷ്യന്മാർക്കും. ഇവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ഇവിടെ ജാതിയുടെയോ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലുമോ വിശേഷമില്ല. എല്ലാവർക്കും, മർത്യജന്മികൾക്കെല്ലാം, മനുഷ്യരായി ജനിച്ചവർക്കെല്ലാം ഇത് അധ്യയനം ചെയ്യുകയാണെങ്കിൽ മുക്തി സിദ്ധിക്കും. ഈ ജന്മം കൊണ്ടേ, ഈ ജന്മത്തിൽ തന്നെ മുക്തി ലഭിക്കും. അന്ധക്കരണം പരിശുദ്ധമായി തത്വജ്ഞാനം പ്രകാശിച്ച് തന്നിലെ പരിമിതികളെല്ലാം അജ്ഞാനകൽപ്പിതമാണെന്ന് സാക്ഷാത്കരിച്ച് തൻ്റെ പാരമാർത്ഥികമായ ആനന്ദ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് മുക്തി സിദ്ധിക്കും. സംശയമുണ്ടോ? അസന്നിഗ്ധം, യാതൊരു സംശയവുമില്ല എന്ന തൻ്റെ ദൃഢമായ അവബോധത്തെ വെളിപ്പെടുത്തി ഈ അധ്യാത്മരാമായണത്തിൻ്റെ പ്രയോജനത്തെയാണ് ഇവിടെ പറയുന്നത്. രാമായണത്തിൽ നിരവധിയായിട്ടുള്ള ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്.
നിരവധിയായിട്ടുള്ള ആളുകളെ മുൻ അധ്യായങ്ങളിൽ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു. രാമായണത്തിലെ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും മുൻഗണനയിൽ വരുന്ന ഒരു കഥാപാത്രമാണ് മണ്ഡോദരി. മണ്ഡോദരിയെ എല്ലാവർക്കും പരിചിതമായിരിക്കുമെന്ന് കരുതുന്നു. രാവണന്റെ പട്ടമഹിഷിയാണ്, ലങ്കയിലെ റാണിയാണ് മണ്ഡോദരി. ഭാരതത്തിന്റെ പാരമ്പര്യത്തിൽ നാം അവകാശപ്പെടുന്ന പഞ്ചകന്യകമാരിൽപ്പെട്ട ഒരാളാണ് മണ്ഡോദരി എന്ന് പറയുമ്പോൾ തന്നെ മണ്ഡോദരിയുടെ മഹത്വം നമുക്ക് മനസ്സിലാവും. എല്ലാ സമയവും തൻ്റെ ഭർത്താവായിട്ടുള്ള രാവണന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന, അദ്ദേഹം ചെയ്യുന്ന എല്ലാ അധർമ്മ പ്രവർത്തികൾക്കും കൂട്ടുനിൽക്കുന്ന, അദ്ദേഹത്തിന് സദാ പിന്തുണ നൽകുന്ന ഒരു മണ്ഡോദരിയെ അല്ല നമുക്ക് വാൽമീകി രാമായണം കാണിച്ചു തരുന്നത്. മറിച്ച് തൻ്റെ ഭർത്താവ് എപ്പോഴൊക്കെ അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നുണ്ടോ, എപ്പോഴൊക്കെ അദ്ദേഹം തെറ്റുകൾ ചെയ്യാനായി മുതിരുന്നുണ്ടോ, അപ്പോഴൊക്കെ തന്നെ ധർമ്മപത്നിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ ഭർത്താവായിട്ടുള്ള ലങ്കാധിപതിയായിട്ടുള്ള കൈലാസം പോലും എടുത്തുയർത്തിയ സാക്ഷാൽ ശ്രീ രാവണനെ ഉപദേശിക്കുന്ന, അദ്ദേഹത്തെ ധർമ്മത്തിന്റെ പാതയിലേക്ക് ചരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു പട്ടമഹിഷിയായിട്ടുള്ള മണ്ഡോദരിയെയാണ് നാം രാമായണത്തിൽ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മഹത്വം നാൾക്ക് നാൾ കൂടുതൽ കൂടുതൽ ഈ ഭാരതത്തിലും ലോകത്തിലും വെളിപ്പെട്ടു വരുന്നു. മയന്റെ പുത്രിയായിട്ടുള്ള മണ്ഡോദരി എല്ലാ സമയവും രാവണന് എതിരായി അല്ലെങ്കിൽ രാമന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. സ്വന്തം ഭർത്താവ് അധർമ്മം ചെയ്യുമ്പോൾ അത് തടയുക എന്നുള്ളതാണ് പത്നിയുടെ ധർമ്മം എന്നവർ ഉറച്ച് വിശ്വസിച്ചു പോന്നിരുന്നു. അതുകൊണ്ടാണ് സീതയെ ലങ്കയിലേക്ക് എത്തിക്കുന്ന സമയത്ത് താങ്കൾ ഈ ചെയ്തത് വിഷ്ണു വിരോധമുണ്ടാക്കും, രാമവിരോധമുണ്ടാക്കും, ഇത് ആത്യന്തികമായി ലങ്കയുടെ നാശത്തിന് കാരണമാകും എന്ന് ഒരു ഏറ്റവും ധർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ രാവണനെ ഉപദേശിക്കുന്ന മണ്ഡോദരിയെ നമുക്ക് കാണാൻ സാധിക്കും. അഴകിയ രാവണനായി തൻ്റെ മുമ്പിലുള്ള മുഴുവൻ സമ്പത്തും തൻ്റെ മുഴുവൻ കഴിവും സീതയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന രാവണൻ ഒരു തരത്തിലും സീതയെ പ്രകോപിപ്പിക്കാൻ സാധിക്കില്ല, വശീകരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു സമയത്ത് സീതയുടെ മുടിക്കുത്തിന് പിടിച്ച് വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ വധിക്കാൻ ശ്രമിക്കുന്ന രാവണന്റെ കൈപിടിച്ച് സ്ത്രീ ഹത്യ പാപമാണ് എന്ന് പറയുന്നത് മണ്ഡോദരിയാണ്. സാക്ഷാൽ ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് സീതാന്വേഷണത്തിനായി പോകുമ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള രൂപത്തോട് കൂടിയിട്ടുള്ള മണ്ഡോദരിയെ കണ്ട് ഇത് സീതയാണോ എന്ന് തെറ്റിദ്ധരിച്ചു എന്ന് പോലും വാൽമീകി രാമായണം പറയുന്നു. അത്ര കണ്ട് കാന്തിയുള്ള, അത്ര കണ്ട് അറിവുള്ള, അത്ര കണ്ട് പാണ്ഡിത്യമുള്ള കഥാപാത്രമാണ് മണ്ഡോദരി. ഈ മണ്ഡോദരിയിൽ നിന്ന് ഇന്നത്തെ സമൂഹം, ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾ എന്ത് പഠിക്കണം എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരിക്കലും സ്ത്രീ ദുർബലയല്ല എന്ന് മണ്ഡോദരി നമുക്ക് കാണിച്ചു തരുന്നു. അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നത് ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അത് സ്വന്തം ഭർത്താവായിക്കൊള്ളട്ടെ, അതിനെ ധർമ്മത്തിന്റെ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതാണ് പത്നിയുടെ ധർമ്മം എന്ന് മണ്ഡോദരി നമ്മളെ പഠിപ്പിക്കുന്നു. ഏതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഭഗവാന്റെ പക്ഷത്ത് നിന്ന്, ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജന്മനിയോഗം എന്ന് മണ്ഡോദരി നമുക്ക് കാണിച്ചു തരുന്നു. അസുരവംശജയായിട്ടും ഇത്രയധികം പാണ്ഡിത്യത്തിലൂടെ ഈ ലോകത്തിന് മുഴുവൻ കേൾവി കേൾക്കുന്ന തരത്തിൽ തന്റെ മഹത്വം ഉയർത്താൻ ഒരു സ്ത്രീക്ക് സാധിക്കും എന്ന് മണ്ഡോദരി നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിച്ചാൽ, ഭഗവാന് വേണ്ടി സംസാരിച്ചാൽ, സ്വന്തം പതിയെ ധർമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ അഹോരാത്രം പരിശ്രമിച്ചാൽ ഈ ലോകത്തിന് മുഴുവൻ തന്റെ പ്രശസ്തി, തന്റെ പാണ്ഡിത്യം വെളിപ്പെടുത്താൻ ഒരു സ്ത്രീക്ക് സാധിക്കും എന്ന് മണ്ഡോദരിയുടെ ഉദാഹരണത്തിലൂടെ വാൽമീകി മഹർഷി നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏറ്റവും തിളക്കമേറിയ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന, സ്ത്രീകളുടെ മഹത്വം വിളിച്ചോതുന്ന ഒരു കഥാപാത്രമായിട്ട് വേണം മണ്ഡോദരിയെ നാം ഉൾക്കൊള്ളാൻ. മണ്ഡോദരിയിലുള്ളതും ശ്രീരാമൻ തന്നെയാണ് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വായനയിൽ ഒരുപോലെ രാമായണത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് രാമായണത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു സാധകനും മണ്ഡോദരിയുടെ മഹത്വം മനസ്സിലാക്കി ഈ രാമായണ മാസം ആചരിക്കാൻ സാധിക്കട്ടെ എന്ന് ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. രാജകീയ പ്രൗഢി ഓളം വെട്ടുന്ന മണിസൗധത്തിൽ നിന്നും താതാജ്ഞ നിറവേറ്റാൻ ഇറങ്ങിപ്പുറപ്പെട്ട രാമൻ പട്ടുവസ്ത്രങ്ങൾക്കു പകരം മരവുരി അണിയുമ്പോൾ പാതിവൃത്യത്തിന്റെ മകുടോദാഹരണമായ സീതാദേവിയും മരവുരി ധരിച്ച് രാമനെ അനുഗമിക്കാൻ തയ്യാറാവുന്നു. ഇത് കണ്ട് താപസശ്രേഷ്ഠൻ വസിഷ്ഠൻ കോപാന്ധനായി കൈകേയിയോട് കയർക്കുന്നു. രാമനെ വനവാസത്തിന് അയക്കണം എന്നല്ലേ നിന്റെ നിശ്ചയം? ദുഷ്ടയും നീചയും രാക്ഷസിയുമായ നീ എന്തിനു മൃദുല കോമളാംഗിയായ സീതയെ മരവുരി ധരിക്കണമെന്ന് ശഠിക്കുന്നു?
ഇത് അധർമ്മമാണ്, അനീതിയാണ്. സീത സർവാഭരണഭൂഷിതയായി തന്നെ രാമന് അനുഗമിക്കട്ടെ. വസിഷ്ഠന്റെ കോപാഗ്നിയിൽ വെന്തൊരുകി കൈകേയി നിശ്ചലയായി നിൽക്കുന്നു. ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകി നാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാറായി പുറപ്പെട്ടു.
ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ.